ഒരെണ്ണം നിന്നു ഒറ്റ വിളിക്ക് അവിടെ വയ്ക്കൂല്ലേ? ഒറ്റ വിളിക്ക് അവിടെ വയ്ക്കും. പോവാൻ പറഞ്ഞാ പോവും. ചോട്ടാ ഇപ്പൊ കറക്റ്റ് എത്ര പ്രായമായിട്ടുണ്ട്? എനിക്ക് 79 വയസ്സ് കഴിഞ്ഞ് 80ാമത്തെ വയസ്സാണ്. കുമ്പ 20 80 വയസ്സ് പൂർത്തിയാവുക. ഇവിടെ ഇറക്കമില്ലേ? എല്ലാവർക്കും നമസ്കാരം. 80 വയസ്സായിട്ട് ഇപ്പോഴും ചുറുചുറുക്കോടുകൂടി പോത്തിനെ വളർത്തുന്ന ഒരു നല്ലൊരു കർഷകനെയാണ് നമ്മൾ ഈ കാണുന്നത്, ശിവൻകുട്ടി ചേട്ടൻ. ശിവൻകുട്ടി ചേട്ടൻ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം കാപ്പിലെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വർഷങ്ങളായിട്ട് ഒരു 40 വർഷം കൊണ്ട് അദ്ദേഹം പോത്തിനെ വളർത്തുന്നുണ്ട്. പോത്ത് വളർത്തൽ എന്തുകൊണ്ടും ലാഭകരമാണ് എന്നാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്. ഇദ്ദേഹം വളർത്തുന്ന കുറേ രീതികളുണ്ട് കേട്ടോ. നമ്മളത് കാണണം, വീഡിയോ സ്കിപ്പ് ചെയ്താണ്. കാരണം ഈ പ്രായത്തിലും നല്ല രീതിയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഈ കർഷകനെയൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഇദ്ദേഹത്തിന് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. നേരെ വീഡിയോയിലേക്ക്. അച്ഛൻ്റെ പേരെന്തുവാ? ശിവൻകുട്ടി. ശിവൻകുട്ടി അല്ലേ? ഈ അച്ഛൻ എത്ര വർഷം കൊണ്ട് പോത്ത് വളർത്തുന്നു? 30 വർഷത്തിൽ കൂടുതലുണ്ട്. 30 വർഷത്തിൽ കൂടുതലായില്ലേ? ഇപ്പോൾ കറക്റ്റ് എത്ര പ്രായമായിട്ടുണ്ട്? എനിക്ക് 79 വയസ്സ് കഴിഞ്ഞ് 80ാമത്തെ വയസ്സാണ്. കുമ്പ 20 80 വയസ്സ് പൂർത്തിയാവുക. 80 വയസ്സാവുക. തൂമ്പപ്പണിയല്ലേ? എല്ലാം കളിക്കൂ. ഇപ്പൊ എനിക്ക് സുഖമില്ല വന്നതിന് ശേഷം വാക്കുകളുടെ തലയിൽ വെച്ചൊന്ന് ചുമടില്ല. അല്ലാതെ ഉള്ള പണി മേൽപ്പട്ടയുടെ കയറ്റം നിർത്തി മരം മുറിക്കാനൊക്കെ പോകും. എല്ലാം പോകും. എല്ലാ പണിക്കും പോകത്തില്ല. 4 വർഷം കൊണ്ട് അത് ഒന്നും പോകത്തില്ല. ബാക്കിയുള്ള പണിക്കേ പോകത്തുള്ളൂ. അപ്പൊ ഈ പോത്ത് വളർത്തുന്ന രീതി ഒന്ന് പറഞ്ഞുതരാമോ? പോത്ത് വളർത്തുന്ന പോത്തിനെ കമ്പോളത്തിലായാലും പാമ്പിനായാലും മേടിച്ചു വന്ന് ആദ്യം അവർ കൊടുക്കുന്ന തീറ്റി എന്തുവാന്ന് ചോദിക്കുക. ചോദിച്ചിട്ട് നമ്മൾ ആ തീറ്റി എങ്ങനെ കൊടുക്കുന്നതെന്ന് നമ്മളെ കാണിപ്പിക്കണം. നമ്മൾ പോയി നോക്കി നിൽക്കണം. അടുത്ത ദൂരെ നിൽക്കണം. എന്നിട്ട് അവർ കൊടുക്കുന്ന രീതി നമുക്ക് മനസ്സിലാവും. വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ ആ കൂടെ ചില തിന്നത്തില്ല. ചിലത് ഓക്കം പോലും മാത്രമേ എടുക്കൂ. ധാന്യപ്പൊടി ഇതാ കൊടുക്കത്തുള്ളൂ. വീട്ടിൽ കൊണ്ടുവന്ന് പരുത്തി പിണ്ണാക്കും ഓക്കയും കോതമ്പൊടിയും കൊടുക്കും. പണ്ട് പുടിയേരി കൊടുക്കുമായിരുന്നു വേവിച്ചു. പുടിയേരി കഴിക്കാനൊന്നും സമയമില്ല. അപ്പൊ ഇവരെ എന്തോ പ്രായത്തിൽ മേടിച്ചതാ? 7 മാസമായി മേടിച്ചിട്ട്. 7 മാസമായി മേടിച്ചിട്ട്? 7 മാസമായി മേടിച്ചു. ഈ ഫാമിൽ നിന്ന് മേടിച്ചതല്ലേ? അന്ന് 62 രൂപയും 800 രൂപ വണ്ടിക്കൂലിയായി. പക്ഷെ അത് മേടിക്കണ്ട. അത് പിന്നെ ഇത് രണ്ടാന്നും പറഞ്ഞ് മേടിച്ചു. അച്ഛൻ വളർത്തി എത്ര പ്രായത്തിലാണ് കൊടുക്കുന്നത്? അങ്ങനെ ആര് വന്നാലും കൊടുക്കും. നമുക്ക് മാന്യമായ കിട്ടാൻ കൊടുക്കും. എനിക്ക് വില കിട്ടിയാലേ കൊടുക്കും. അപ്പൊ സ്ഥിരമായിട്ട് അച്ഛൻ ഇങ്ങനെ വളർത്തുന്നുണ്ട്? മേടിച്ച് വളർത്തി പരിപാലിച്ച് കൊടുക്കുക? വളർത്തല് തന്നെ വരെ പോത്ത്. ഒരു പ്രാവശ്യം ഒറ്റ പോത്തുണ്ടല്ലോ. 4 വർഷത്തിന് മുമ്പ് ഒരു പോത്തുണ്ടായിരുന്നു. ഈ 4 വർഷത്തിന് ഒരു പോത്ത് തന്നെ തയ്യാറാണ്. ഇതിലവിടെ ഇറക്കി ഇതിലിങ്ങനെ ഇറക്കി കൊണ്ടുവരും മുകളിൽ നിന്ന് താഴോട്ടില്ലേ? പിന്നെ കയറാൻ വയ്യാതെ വെയിറ്റ് നേരെ. പിന്നെ അങ്ങ് കൊണ്ടുപോയി അങ്ങോട്ട് കരയാൻ തുടങ്ങി. അങ്ങ് കൊണ്ടുപോയിട്ട് കയറ്റി. അതുപോലെ തന്നെ മോളിൽ നിന്ന് ഇവിടെ കെട്ടി ആരെയും മോളിൽ നിന്ന് എന്തെങ്കിലും കെട്ടിയാലൊന്ന് നോക്കും. അപ്പം മിനിമം ഈ 3 എണ്ണം വരെ ആഴ്ച വളർത്തും ഇല്ലയോ? എണ്ണം ഞാൻ എൻ്റെ 10 പശു 10-16 ആണാട് ഇത് ഞങ്ങൾക്ക് അഴിച്ചു വിട്ട് ജീവിക്കാൻ സ്ഥലമുണ്ടായിരുന്നു. അപ്പോഴെല്ലാം എടുത്തു പോയി വീടുകളൊക്കെ ആയി. ഈ ആരോഗ്യ പ്രശ്നങ്ങളല്ലോ? ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ അങ്ങനൊന്നും ഇല്ലല്ലോ? അങ്ങനെ പ്രഷർ കുറയും. പ്രഷർ കുറയുന്ന പ്രഷർ കുറയുമ്പോൾ എനിക്കറിയാം. വേർക്കും വേർക്കൊന്നും അടുത്ത് സൈക്കിളെ പോകത്തില്ല. നടന്നു പോകുന്ന ഒരു 10 രൂപ കള്ളടിച്ച പോകില്ല. കാര്യം അതാ ഇരിക്കത്തില്ല. ഓരോ കടക്കാർക്കറിയാം. ഞാൻ ഒരു സോഡ നേരത്തെ ഉപ്പിട്ട് എളുപ്പം തന്നെ. അപ്പൊ ഞാൻ ചെല്ലുന്ന കാണുമ്പോ അവര് കടയൊക്കെ അറിയാം. അത് പെട്ടെന്നാണ് അവർ തിന്നേക്കാൻ ഇരിക്കണ്ടെന്ന് പറയും. അങ്ങനെ സോഡ നാരങ്ങ കുളിക്കുമ്പോ 10 മിനിറ്റ് അല്ല വേറൊരു അസുഖമില്ല. ഓക്കെ. അപ്പൊ ഇവരെയും കൊടുക്കാനുള്ളതല്ലേ? ഇവർക്ക് നല്ല അനുസരണയില്ലേ ഇങ്ങനെ ശീലിപ്പിച്ചതുകൊണ്ട്? എനിക്കൊന്ന് 1.5 കിലോമീറ്റർ നടത്തിയാണല്ലോ ഇവിടെ കൊണ്ടുവരുന്നത്. ഒരു കുഴപ്പമില്ല. പിന്നെ വേറെ എന്തോ ഇവരെ ശ്രദ്ധിക്കേണ്ടത്? ഇവർ നല്ല വളർച്ച കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തോ? വിരമരുന്നൊക്കെ കൊടുക്കാറുണ്ടോ? കൊടുക്കും. അതെന്തോ എത്ര മാസം? അത് ഞാൻ കൊണ്ടുവന്ന ഇപ്പം 500 ഒരെണ്ണം മേടിച്ചു കൊടുത്തു. 3 എണ്ണം മേടിച്ച് 3 പേർക്ക് കൊടുക്കും. കൊടുക്കാനാ പാട്. മരുന്ന് കൊടുക്കാൻ പാടാ അല്ലേ? പിന്നെ 3000-ന്റെ 3 എണ്ണം മേടിച്ച് കൊണ്ടുവന്ന്
അങ്ങോട്ട് വഴിഞ്ഞങ്ങോട്ട് കെട്ടി മറിഞ്ഞിട്ട് മുട്ടില്ലേ ആ ലേപ്പട്ട് ചാടി നെഞ്ചത്തെ ചവിട്ടത്തുണ്ട്. നെഞ്ചത്തെ തന്നെ ചവിട്ടത് സൂര്യത്തിലേക്ക് മരുന്ന് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ അല്ലേ? ഞാൻ കൊണ്ടുവന്ന ഇവിടെ കൊണ്ടുവന്ന മൂക്ക് കുത്തിച്ചത്. ഇവിടെ നമ്മുടെ മേടിച്ചോണ്ട് വന്ന് കുത്തുക മേടിച്ചോണ്ട് ഫാമിന്നാവും മേടിക്കുന്നത് ഇല്ലേ? ഈ മൊറ ക്രോസാന്ന് തോന്നുന്നില്ലേ? മൊറ ഇനത്തിൽപ്പെടുന്ന വളർച്ച കിട്ടുന്ന പോത്താന്ന് തോന്നുന്നു. അല്ലാതെ ചുരുളിയാ. ചുരുളിയാ ഒന്നില്ലേ? ഒന്ന് ചുരുളിയാ. ഇത് 2 മൊറ ക്രോസ്. അപ്പൊ എത്ര നേരം ആഹാരം കൊടുക്കും? ഒരു നേരമേ ഉള്ളൂ. പിന്നെ ഈ വെള്ളത്തിൽ കിടക്കും. കേരളത്തില്ല. വെള്ളത്തിൽ കിടക്കാനേ ഇവർക്ക് ഇഷ്ടമില്ല. ഞാൻ ഉച്ചയ്ക്ക് വരുന്ന ഈ പള്ളി തയ്ക്കാറുണ്ട്. അവിടെ രാവിലെ കിട്ടച്ച് ഞാൻ പോകും. അതുകൊണ്ട് കാലം കൈ ആയിട്ടും ചെയ്യും. അത് ഇന്നാലൊന്നും ഇല്ല. എല്ലാവരും ചിലപ്പോൾ കഴിച്ചു കഴിച്ച് തന്നു. പറഞ്ഞാ കേക്കൂല്ലേ? പറഞ്ഞാ കേക്കും. അഴിച്ച് എത്ര മണിയാകുമ്പോൾ അഴിച്ചോണ്ട് പോകും? അത് അങ്ങനെയൊന്നും സമയമില്ല. ഞാൻ പണി ചെയ്ത് കയറി വരുന്ന അനുസരിച്ചാണ്. വൈകുന്നേരം അപ്പം 5 മണിയൊക്കെ ആവും. 5 മണി ചിലപ്പോൾ 6 മണിയാവും, ചിലപ്പോൾ സന്ധ്യയാവും. ഇവിടെ കിടന്നത് ഒരു കുഴപ്പമില്ല. ഈ വെള്ളത്തിൽ തന്നെ കിടന്നോളൂ. ഇങ്ങനെ കിടന്നത് കേരളത്തില്ല. അത് നേരത്തെ പണിയില്ലെങ്കിൽ ഞാനത് അവിടെ റെയിൽവേ കൊണ്ടുവന്ന് അഴിച്ചു വിട്ട് തീറ്റു. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് എന്തായാലും വൈകിട്ട് വരുമ്പം അങ്ങോട്ടേ പോകത്തുള്ളൂ. മുമ്പ് അടിച്ചു അടി കൊടുക്കുന്ന തന്നെ കള്ള കടയ്ക്കും. വടിയെടുക്കാൻ കള്ള കടയ്ക്കും. അടിക്കത്തില്ല, വെറുതെ പേടിപ്പിക്കത്തില്ല. കള്ള കടയ്ക്കില്ല. അപ്പോൾ ഈ കള്ളടിക്കല്ല പേടിപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. അവളെ ഈ പുതിയ തലമുറയൊന്നും ഇതിനകത്തോട്ട് വരുന്നില്ല. വളർത്താൻ അവർക്കൊന്നും താല്പര്യമില്ല. വേറെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ മാടിനെ മേടിച്ചിട്ട് വന്നു വെച്ചാൽ പത്തോൻ്റെ കഞ്ഞിവെള്ളവും വെച്ചവെള്ളവും കൊടുത്തിട്ടില്ല. അത് മാട് വളരത്തില്ല. അതെ അതെ. അതിന് തീറ്റ് കൊടുക്കണം. എന്നാലേ നല്ല വെയിറ്റ് കയറത്തുള്ളൂ. പിന്നെ വീറ്റ് കൊടുക്കണം. വീറ്റ് കൊടുക്കാനും ശരി. അച്ഛൻ്റെ അഭിപ്രായത്തിൽ ഈ പോത്ത് വളർത്തൽ ലാഭകരമാണോ? നല്ല ലാഭം. എന്നാലും ആവറേജ് നമുക്ക് എത്ര നാൾ വേണ്ടി വരും നമുക്കൊരു ലാഭം കിട്ടാൻ? പിന്നെ ഈ ഏത്തക്കത്തരി കൊടുക്കരുത്. വാഴപ്പഞ്ഞി കൊടുക്കാം. ഏത്തക്കത്തലി കൊടുക്കാം. ഏത്തക്കത്തലി പഴുത്ത് കൊടുക്കാം. പച്ച കൊടുക്കരുത്. പച്ചത്തെ കടലൊക്കെ ചിപ്സ് ഉണ്ടാക്കുന്നതിന് അവര് ചാപ്പുംപൊടി കൊണ്ടുവന്നത് ഉപ്പ് വേട്ടി കൊടുക്കും. ചിലപ്പോൾ അത്യാ പറ്റ് പശക്കേടാ ചിലപ്പോൾ. ദഹനക്കേടുണ്ടാവും. ചക്കയൊക്കെ വളരെ സൂക്ഷിച്ചു കൊടുക്കണമെന്ന് തോന്നുന്നു. ചക്ക കൊടുക്കരുത്. ചക്ക കൊടുക്കാം. അത് ഉപ്പ് കെട്ടി ഏത് സമയം എന്തും സംഭവിക്കും. അപ്പൊ വളരെ സൂക്ഷിച്ചു കൊടുക്കണം. അത് കൊടുത്താൽ കനക്കുകയും ചെയ്യും, വളരുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ വരുമാനം എന്ന് പറയുന്നത് വർഷത്തിലാണോ നമുക്ക് ലാഭമാകുന്നത്, അതോ 6 മാസം കൂടുമ്പോൾ? അല്ല, 3 മാസം കൊണ്ടുവന്ന് നോക്കി തീറ്റി കൊടുത്ത് പുഷ്ടിയാകുന്ന തന്നെ ആരെയും വരുമ്പോൾ നമ്മൾ തീറ്റി എന്ന കണക്ക് കൂട്ടിയിട്ട് എഴുതിയിടും. എഴുതിയിട്ട് ഇവിടെ പോച്ചടി ഒരാഴ്ച 3 തിരി മേടിക്കും. കച്ചിത്തിരി മേടിക്കും. ഒരാഴ്ച 3 എണ്ണം മേടിക്കും. കാലി കൊടുത്തിട്ട് ഇച്ചിച്ച ഇട്ടോട്ട് പിന്നെ പോച്ച ഇട്ടോട്ട്. പോച്ച എവിടെങ്കിലൊക്കെ പോയി വെട്ടിക്കൊണ്ട് വരും. പോച്ച എവിടെ ഇതൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് വരും. അപ്പൊ എങ്ങും പോച്ചയില്ല. ഞാൻ കാട്ടോട്ടാൻ കയറും. കാട്ടിൽ കയറിയ പോച്ച കെട്ടിക്കൊണ്ട് വരില്ലേ. അപ്പൊ അങ്ങനെ 30 വർഷം കൊണ്ട് ഇത് ചെയ്യുക കണ്ടിന്യൂസ്. 30 കൂടുതലായി. ഇതിനോടൊരു പ്രത്യേക താല്പര്യമായില്ലേ? ഈ ലാഭം നല്ല ലാഭമുള്ള ഇതാണ്. ഒന്ന്, രണ്ടാമത് മഴ പെയ്യുന്ന നമ്മൾ ഓടിപ്പോയി അടിക്കണ്ട. അവർ നനഞ്ഞാലും പ്രശ്നമില്ല. വെള്ളം മസ്റ്റാണ് ഇവർക്ക്. വെള്ളം വേണം. അതുപോലെ കുളം പഴുകാതെ നോക്കണം. മണ്ണിൽ കെട്ടി കഴിഞ്ഞാൽ ചെള്ളക്കത്തിന് ചിലപ്പം കുളം പഴുകും. അത് ശ്രദ്ധിക്കണം. അത് ഇല്ലേ, അത് മെയിനായിട്ടാ. അതെന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടാഷ്യം മരുന്ന് മേടിച്ച് വെച്ചേക്കും. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ കൈയിട്ട് നോക്കും. ഈ കുളമിൻ്റെ ഇടയ്ക്കേ കൈയിട്ട് അവിടെ നിന്നിട നോക്കട്ടെ. കൈ പൊക്കടാന്ന് പറഞ്ഞാൽ കൈ പൊക്കിത്തരും. കൈ പൊക്കടാന്ന് പറഞ്ഞാൽ കൈ പൊക്കിത്തരും. കാല് പൊക്കടാന്ന് പറഞ്ഞാൽ കാല് പൊക്കി ഇങ്ങനെ നേരം പിടിച്ച് ഉപ്പ് തിളപ്പിച്ച് ഈ പൊട്ടേഷനെ ചെറിയ ചൂടോടെ കോരി ഒഴിക്കും. 3 നേരം ആകുമ്പോൾ എല്ലാ ദിവസവും ഒഴിക്കാറുണ്ടോ? അങ്ങനെ ഇല്ല. വന്നിട്ട് വരുമ്പോ നമ്മള് ചെക്ക് എല്ലാ ദിവസവും നോക്കും. ഇങ്ങനെ എല്ലാം നോക്കും. ഇപ്പൊ കുളിപ്പിക്കുമ്പോ തേച്ച് കുളിപ്പിക്കാൻ ഞാൻ ഇറങ്ങി എല്ലാ കാര്യം എല്ലാം ഇവിടെ തൊണ്ടിട്ട് തേച്ച് കുളിപ്പിച്ച് അന്നേരം എല്ലാം ശരീരം മൊത്തം ശ്രദ്ധിക്കും. പിന്നെ പറ്റില്ലല്ലോ.
അതെ, നല്ലപോലെ ശ്രദ്ധിക്കണം, എന്നാലേ ലാഭകരമാക്കി മാറ്റാൻ ഞാൻ പറ്റും. മണ്ണി കെട്ടത്തില്ല, പണിയില്ല. പകലേ കെട്ടത്തുള്ളൂ. ആ, സന്ധ്യയ്ക്ക് ഇവിടെ കൊണ്ട് ഇത് കൊണ്ടുപോയി പിന്നെ കാലി ഒഴിച്ച് ഷെഡുണ്ട്. ഇപ്പോഴത്തെ വലിയ തൊഴുത്തൊന്നും വേണ്ടല്ലോ, നമ്മുടെ ഈ തൊഴുത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ, ചിലവ് ചുരുങ്ങിയ തൊഴുത്താ ചെയ്തേക്കുന്നത്. അതിനകത്ത് കൊണ്ട് കെട്ടും. അപ്പം അങ്ങനെ എന്തായാലും നല്ല ലാഭകരമാണ് പോത്ത് വളർത്തൽ. പോത്ത് വളർത്തൽ ലാഭമാണ്, പക്ഷെ നോക്കണം. നല്ലപോലെ നോക്കണം. ചുമ്മാതെ കൊണ്ടുവന്ന് വല്ലവൻ്റെ കഞ്ഞോളും പച്ചവെള്ളം കൊടുത്തിട്ട് കണ്ടത്തിലെ ചപ്പലോ അല്ലെ കാട്ടിലെ ചവല പോത്ത് വളരത്തില്ല. പോത്തല്ല ഒന്നും വളരത്തില്ല. മാടായാലും ആടായാലും ഒന്നും വളരത്തില്ല. അതെ അതെ അതെ. കൊടുക്കുന്ന തീറ്റ കൃത്യ സമയത്ത് ഒഴിക്കുകയും വേണം. അപ്പം നമ്മൾ വൈകിട്ട് 7 മണിയെന്ന് കൊണ്ടു, അതിനുമ്പ് കൊടുക്കുന്നത് 7 മണി ഇത് മുമ്പ് കൊടുത്തിരിക്കണം. ആ ചിട്ട അല്ലെ കരി വിളിക്കും, കൊടുത്ത് ശീലിപ്പിച്ചതുകൊണ്ട് വിളിക്കും. അത് പോയതാര് ഓരോ കരയുമ്പോ പോത്ത് കൂടെ സൈസ് തന്നെ പോത്തും. കോപം വന്നാ നമ്മളെ മറിച്ചളയില്ലേ, ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ആരെല്ലാം എന്താ ചെയ്താൽ നോക്കും. പിന്നെ അവനറിയാം, അവർക്കറിയാം ഇന്ന ആളാകും. എഴുതി കൊടുക്കണ്ട, അവരെ തന്നെ വിളിക്കും. നമ്മളെ സ്നേഹിച്ച് വളർത്തി നമ്മളോട് ഇണങ്ങുകയും ചെയ്യൂലേ. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. വിളിക്കാതെ ഞാൻ എവിടെ ലോന്നൊന്ന് വിളിച്ചാൽ മതി, കേൾക്കും. നിൽക്കും, 3 മണിക്ക് വിളിച്ചാൽ കരയാൻ തുടങ്ങും. തീറ്റി ഇല്ല അസുഖങ്ങളുണ്ടാകും. അല്ലാതെ പോത്തും ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല. തീറ്റ കൊടുക്കുമ്പോൾ അതിനകത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഞാൻ ഒരുമാതിരിപ്പെട്ടത് അന്യ വീട്ടിൽ നിന്ന് ഞാൻ ഒന്നും കൊണ്ടുവന്ന് ഇതുങ്ങൾക്ക് കൊടുക്കും. പഴകിയതും അങ്ങനൊന്നും ഒന്നും ഞാൻ കൊടുക്കത്തില്ല. വീട്ടിലെ കഞ്ഞോളം കൊടുക്കും. ചോറ് പിള്ളേരെ എന്തെങ്കിലും ഇച്ചിരി ചോറ് ചിലപ്പോൾ ഒരു കുത്തി ചോറ് വല്ലതുണ്ട്, അതും കുഴപ്പമില്ല. മറ്റേ കല്യാണ വീട്ടിലോ നിശ്ചയ വീട്ടിലൊക്കെയോ പിന്നെ കൊടുക്കുന്ന വാര്യം കൊടുക്കും. പൊറോട്ട ആയക്കടയിലെ പൊറോട്ടയും വെല്ലവും കൊടുക്കും. ആ കിട്ടും, അതായത് മറിയും. ആ മറിയും എന്താ വീട്ടുകാരുടെ സൂക്ഷക്കുറവില്ലാന്ന് അറിയുന്നത്. അതായത് ഞാനൊരു വോട്ടിന് കേവലക്കൊട്ടാരത്തിലെ ഞങ്ങളെ പണിക്ക് പോയത്. കുരുപ്പഴ ഒരു പോത്തിട്ട് കൊടുത്ത് എനിക്കടെ ഉണ്ടായി. ചോറ് കൊടുത്ത ചോറല്ല, പൊറോട്ട കൊടുത്ത്. അവരുടെ കരുത്തിലൊന്നും പറയാം. പൊറോട്ട കൊടുത്ത് ചത്തുപോയി. ചത്തില്ല. ഞാനവിടെ ഇവിടെ ഈ KLD പണിക്ക് പോയായിരുന്നു. എനിക്ക് എന്താ എൻ്റെ ചേട്ടാ കടയിൽ അയ്യം വന്ന പൊറോട്ട കൊടുത്ത് പണിയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സോപ്പിരിപ്പുണ്ട്, സോപ്പിന് കൊണ്ടുവരാൻ പറ്റും. ലൈബോയ് സോപ്പ് കൊണ്ടുവരാൻ ഡെറ്റോളും കൊണ്ടുവന്നു. അപ്പം ആദ്യമേ ഞങ്ങൾ പണി ചെയ്തിരുന്നു. ആദ്യമേ സോപ്പിട്ട് കൈ കഴിച്ച് ഡെറ്റോളും കഴിച്ചിട്ട് വീലും കഴിയിട്ട് പുളിപ്പൂര് കൈയിട്ടിട്ട് ബുക്കിനെ പഠിക്കാൻ തന്നെ വലിച്ചൽ എല്ലാം വാരി രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെടുത്തല്ലേ? അങ്ങനെ രക്ഷപ്പെട്ടു. അത് അറിയാവുന്നവരൊക്കെ അച്ഛൻ ഈ അത്രയും വർഷങ്ങളായതുകൊണ്ട് അതിന്റെ പ്രസവക്കേസിന് പോകും. പ്രസവം എടുക്കാനും പോകും. മായ എടുക്കില്ല ശരിയാകത്തില്ല. അല്ലാതെ ഈ നാട്ടുകാരൊക്കെ വിളിച്ച പ്രസവം എടുക്കാനൊക്കെ പോകും. ആദ്യം മരുന്ന് കൊടുക്കും, കൈ കഴിക്കും. പക്ഷെ അതിനെന്താ മെഡിക്കൽ സ്റ്റോറിൽ പോയി വലിയ സെഞ്ചി മേടിക്കും. സൂചി ഇല്ല, ഈ മരുന്ന് എടുത്ത് സെഞ്ചിലെടുത്ത് പിടിച്ചിട്ട് കാലിൻ്റെ കീഴിലോട്ട് മേപ്പോട്ട് പിടിച്ചിട്ട് അത് നാക്കയിലോട്ട് പിടിക്കും. അല്ലെ കടിച്ചു മുറിച്ചോളി. നാക്കയിലോട്ട് പിടിച്ചാൽ അത് സിഞ്ചി വെച്ച് പെയ്യെ കൊടുക്കും. ഉള്ളിലോട്ടെ കൊടുക്കുമല്ലയോ, ചില കടിച്ചു മുറിക്കും സെല്ല്. ഇത്രയും നാള് കൊണ്ട് ഇത് ചെയ്യുന്നോണ്ട് ഇതെല്ലാം അറിയാം അല്ലേ? അതുകൊണ്ട് നാട്ടുകാർക്കൊക്കെ നല്ലൊരു ആശ്വാസമാണ് അച്ഛൻ. മറ്റേ വീട്ടിൽ സ്റ്റോക്ക് ചെയ്യും മരുന്നൊക്കെ വെച്ചേക്കും. അന്നേരത്തേക്ക് ഇതിനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വിൽക്കും. അവിടെ വിൽക്കുന്നതിനൊക്കെ പച്ചമരുന്ന് നല്ലത്, ഏറ്റവും നല്ലത്. പിന്നെ പച്ചമരുന്ന് നല്ലതാ. പച്ചമരുന്ന് ഈ അവലവിക്ക് കൊണ്ടുവന്ന് വെളുത്താവണക്ക് വെളുത്ത നീരാവണക്കല്ല, വെളുത്താവണക്ക് കൊണ്ടുവന്ന് അരച്ച് അവന് വെക്കും. രണ്ടാമത്തേത് അങ്ങാടിക്കടയിൽ കടയിൽ പോയി നല്ല എള്ള് മേടിച്ചിട്ടുണ്ടെന്ന് അരച്ചങ്ങ് പൊതിയണം. എള്ള് അവരിൽ നിന്ന് മുതൽ കറന്ന് കഴിഞ്ഞിട്ടേ കറക്റ്റാവും. 2 മണിക്കൂർ വെള്ളം ഒരുപാട് പ്രഷർ ചെയ്യരുത്. വെള്ളം പെയ്യെ അടിച്ചു കൊടുക്കണം, തണുപ്പിക്കണം. നനഞ്ഞ മണ്ണിൽ കെട്ടണം. ഇങ്ങനെയൊക്കെയാണ് പണ്ടുള്ളവർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? നല്ല റിസൾട്ട്. ഒരു ഇംഗ്ലീഷ് മരുന്നിൻ്റെ ആവശ്യമില്ല. നായ പറഞ്ഞത് കടച്ചക്ക, പൊട്ടി കടച്ചക്ക ഉണ്ടെന്ന് പുറം ഒന്ന് ചെത്തിട്ട് വെച്ച് കൊടുക്കും. തിന്ന്
ചില അതെന്തോ ഇതിനാ? അതെന്തോ ഇതിനാ? മായി പറക്കാൻ ഓ മായി പോവാനായിട്ട്. പെട്ടെന്ന് പോവും. പെട്ടെന്ന് പോവും. ഒരു മണിക്കൂർ അത് പെട്ടെന്ന് പോവല്ല. അത് എത്ര മണിക്കൂർ പ്രസവത്തിൻ്റെ അസുഖം എത്ര മണിക്കൂർ ഉണ്ടോ അത്രയും മണിക്കൂർ താമസിച്ചാൽ മായി പോകത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കിടന്ന് നല്ല തീറ്റി പുറത്ത് കളിക്കുകയാണെങ്കിൽ ഒരു ഇത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഞാൻ പോകും. സാധനം പോകും. ഓക്കെ ഓക്കെ. എല്ലാ പണിക്കും പോകും. എല്ലാ പണിക്കും പോകും. എല്ലാ പണിയും ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർക്ക് കൂലിപ്പണി അറിഞ്ഞുകൂടാ. ആർക്കും ചെയ്യാൻ വയ്യ. മടി. മടിയല്ല, അറിയാൻ വയ്യ. ഒരു ചീനിക്കന്മാരാനൊക്കെ അറിയാൻ വയ്യ, വാഴ അറിയാം, തെങ്ങിൻ്റെയൊക്കെ ഇതൊന്നും അറിയാൻ വയ്യ. തെങ്ങിൻ്റെയും മേടിച്ചാൽ വേരം കണ്ടിക്കും. വേര് കണ്ടിച്ച് വെച്ചാൽ 6 മാസമായാലും ഒരു വേര് ഇറങ്ങത്തില്ല. ഈ വേര് കണ്ടിക്കാതെ വെച്ചാൽ ആ വേരെന്ന് 3 പേര് വീതം 15ാമത്തെ ദിവസം ഒരു മുളയ്ക്കാൻ തുടങ്ങി. 3 മാസം ആകുമ്പോഴേ കംപ്ലീറ്റ് വേര് ഇറങ്ങിക്കഴിഞ്ഞു. അറിയത്തില്ല, ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും കൃഷി ചെയ്യാനൊന്നും അറിയത്തില്ലെന്ന്. ചേന കമത്തിയാണ് ചിലർ നടുന്നത്. തളം വെട്ടി ഇട്ട് കൊടുത്തേ ഞാനിഞ്ഞ് പോകുന്ന നട്ടോളാന്ന് പറയാം. മൂപ്പര് നടുവെന്ന് പറഞ്ഞു. നട്ടോളം പറഞ്ഞു. ഞാനിഞ്ഞ് പോയി. ഞാൻ വേറെ പണിക്ക് പോയി, വയനാട്ട് പണിക്ക് പോയി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വീട്ടിൽ വന്നേച്ച് പറഞ്ഞു, ഇത് വീട്ടിൽ വരുന്നത്. ഞാൻ എന്താ ഒരു അത്യാവശ്യം ഉണ്ടെന്ന്. 3 മാസമായി ഇയാൾ തളം വെട്ടിയിട്ടേ പോയല്ലേ, ചാണാപ്പടിയും വിളിച്ചു. 3 മാസമായി പുളും വെട്ടിയതാണ്. 3 മാസമായില്ല ചേന കിളിച്ചു. ഒറ്റയൊന്നും ചേന വന്നില്ല, കിളിച്ചില്ല. തിരിച്ചു നട്ടേക്കുമായിരിക്കും. മാന്തിനൊക്കെ ചെയ്യാൻ പറഞ്ഞേ ആ നട്ട ആളുടെ എനിക്കൊന്ന് കാണണമെന്ന് പറയും. വിളിക്കാവോ? പോയി വിളിച്ചോണ്ട് വരും. പോയി വിളിച്ചോണ്ട് വന്നു. പൂപ്പിട്ടത് വന്നുള്ള കാണിച്ചത് ഇതെങ്ങനെയുള്ള ചേര പൂളിവിടെ വാലും തന്നെ നിനക്ക് അടച്ചുവിടായോ? അതെന്തല്ല നോക്കെങ്ങനെയാണ് ചേന മറിഞ്ഞു കേട്ട് ചേന കവിച്ച് വെട്ട് മുളച്ചല്ല, മുളച്ച് താഴോട്ടാ മുള ഉപയോഗിക്കുന്നത്. എപ്പോട്ട് വന്നില്ല. അല്ല, ഇപ്പൊ തന്നെ ഇങ്ങനെ സംഭവിക്കും. എനിക്കൊന്നേ ഈ കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പുതിയ തലമുറ ചോദിക്കും ഈ അരി എങ്ങനെ ഉണ്ടാവുന്നൊക്കെ ചോദിക്കുന്ന കാലയളവ് വരാൻ പോവാ. കാരണം കൃഷി ചെയ്യാൻ ആരും ഇല്ലല്ലോ. അതിന്റെ ഉത്തമ ഉദാഹരണം ഇപ്പൊ കണ്ടത്. ഇനി വയ്യോളം ഇവിടാ ഇല്ലേ? വയ്യോളം ഇവിടാ. അവിടെ കണ്ടല്ലോ നീ ആരും ഇങ്ങോട്ട് വരാനും വരാൻ തുടങ്ങും എന്നെ കണ്ടുകൊണ്ട്. നോക്കിയേ എല്ലാം നോക്കുന്നു. വിളിച്ചപ്പോ എല്ലാം നോക്കുന്നു.